സുഭാഷിതം. ഇന്ന് മാർച്ച് 8, അന്താരാഷ്ട്ര വനിതാ ദിനം. സ്ത്രീകളെ ശക്തരാക്കുക തന്നെയാണ് ഈ ദിനാചരണത്തിന്റെ ലക്ഷ്യം. ഈ ദിനത്തിന് ഒരുപാട് ചരിത്രയോർമ്മകൾ കൂട്ടുണ്ട്. സ്വന്തം ജോലിസ്ഥലത്തെ സൗകര്യങ്ങളും ജീവിത സാഹചര്യങ്ങളും മെച്ചപ്പെടുത്താനായി വനിതകൾ നടത്തിയ മുന്നേറ്റ ശ്രമങ്ങളും വ്യാവസായിക രംഗത്തെ വിയർപ്പും സ്ത്രീ ശക്തിയും കൊണ്ട് അവർ കൈവരിച്ച വിജയവും ചരിത്രത്താളുകളിലുണ്ട്. 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ വ്യാവസായിക വളർച്ചയിലേക്ക് കാലൂന്നിയിരുന്ന പല രാജ്യങ്ങളിലും കുറഞ്ഞ വേതനത്തിലും മോശപ്പെട്ട തൊഴിൽ ചുറ്റുപാടിലും ജീവിക്കേണ്ടി വന്ന സ്ത്രീകളുടെ കരളുറപ്പിന്റെ അനുസ്മരണമാണ് അന്താരാഷ്ട്ര വനിതാ ദിനമെന്ന ആശയത്തിന് വഴിയൊരുക്കിയത്. 1975 ഐക്യരാഷ്ട്രസഭ മാർച്ച് 8 അന്താരാഷ്ട്ര വനിതാ ദിനമായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. ശാരീരികവും മാനസികവും സാമൂഹികവുമായി സ്ത്രീകളെ ശക്തരാക്കുക, അവർക്ക് നേരെയുള്ള അതിക്രമങ്ങൾക്ക് തടയിടുക എന്നിവയും ഈ ദിനാചരണത്തിന്റെ ലക്ഷ്യങ്ങളാണ്. എപ്പോഴാണ് ഒരു സ്ത്രീ ശക്തയാകുന്നത്? ഭരണഘടന ഉറപ്പു നൽകുന്ന സാമ്പത്തികവും സാമൂഹികവും സാംസ്കാരികവുമായ തുല്യനീതി ലഭിക്കുമ്പോൾ മാത്രമാണ്. ഗാന്ധിജി പറഞ്ഞതുപോലെ ഒരു ദേശത്തിന്റെ വികസനത്തിന്റെ ഒരളവുകോൽ സ്ത്രീകളുടെ ജീവിത നിലവാരം എത്ര വികസിച്ചു എന്നത് തന്നെയാണ്. അതുകൊണ്ടുതന്നെ അദ്ദേഹം സ്ത്രീകൾക്ക് ഉയർന്ന വിദ്യാഭ്യാസവും തൊഴിലവസരങ്ങളും നൽകണമെന്ന് അഭിപ്രായപ്പെട്ടിരുന്നു. വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിലും തൊഴിൽ നേടുന്ന കാര്യത്തിലും ഒരുപാട് ഉയർന്നുവെങ്കിലും ഇന്നും അവൾക്ക് സുരക്ഷിതത്വം വേണ്ടത്രയുണ്ടോ എന്ന് സംശയിക്കണം. അതിനുള്ള മുൻകരുതലുകൾ വീട്ടിൽ നിന്ന് തുടങ്ങണം. സ്ത്രീ ആരാണെന്നും അവളെ എങ്ങനെ ബഹുമാനിക്കണമെന്നും ആൺമക്കൾക്ക് അമ്മമാർ പറഞ്ഞു കൊടുക്കണം. അതുപോലെ തിരിച്ചും. പണ്ടത്തെ പോലെ പെൺകുട്ടികളെ അടക്കി ഒതുക്കി വളർത്തുന്ന കാലമൊക്കെ കഴിഞ്ഞു. അന്യരായ ആൺകുട്ടികളോടുള്ള പെരുമാറ്റത്തിൽ എവിടെ അതിരു കൽപ്പിക്കണമെന്ന് പെൺകുട്ടികളും മനസ്സിലാക്കിയിരിക്കണം. സ്ത്രീകളെക്കുറിച്ച് പറയുമ്പോൾ ക്ഷമയാ ധരിത്രി എന്നാണല്ലോ പറയാറ്. ഇത്രയേറെ ക്ഷമിച്ച ഭൂമിയുടെ അവസ്ഥ എന്താണെന്ന് എല്ലാവർക്കും അറിയാം. മാറി ചിന്തിക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. പ്രതികരിക്കേണ്ട സമയത്ത് പ്രതികരിക്കേണ്ട രീതിയിൽ പ്രതികരിക്കാൻ പഠിക്കണം. എങ്കിൽ മാത്രമേ സ്ത്രീകൾക്കും സമൂഹത്തിൽ ഉയർന്നു വരാൻ സാധിക്കുകയുള്ളൂ. ഇന്ന് നോക്കിയാൽ രാഷ്ട്രീയം, സാമൂഹ്യം, കല, സാഹിത്യം, സാംസ്കാരികം, സുരക്ഷ, ശാസ്ത്രം തുടങ്ങി എല്ലാ രംഗങ്ങളിലും സ്ത്രീകൾ അവരുടെ വ്യക്തിമുദ്ര പതിപ്പിച്ചു കഴിഞ്ഞു. അവരെങ്ങനെയാണ് ഈ നിലകളിൽ എത്തിച്ചേർന്നതെന്ന് ഓരോ സ്ത്രീയും നിരീക്ഷിക്കണം. അത് നമുക്ക് ഉയരാൻ പ്രചോദനമാകും. 2026 അന്താരാഷ്ട്ര വനിതാ ദിനത്തിന്റെ വിഷയം ഗിവ് ടു ഗെയിൻ, നേടാൻ വേണ്ടി നൽകുക എന്നതാണ്. ഒരു സ്ത്രീ നൽകുന്ന സ്നേഹവും ക്ഷമയും സന്തോഷവും പകരമായി അവൾക്ക് കിട്ടുന്നുണ്ടോ എന്ന് ചിന്തിക്കുക. ഉദാരത, സഹകരണം, പിന്തുണ എന്നിവയിലൂടെ സ്ത്രീ സമത്വം വേഗത്തിലാക്കുക. ലിംഗസമത്വം കൈവരിക്കുന്നതിനായി വിഭവങ്ങൾ, സമയം, അറിവ് എന്നിവ പങ്കുവയ്ക്കുക. ഇതെല്ലാം ഈ ദിനാചരണം ലക്ഷ്യമിടുന്നു. ഇതെല്ലാം പ്രായോഗികമാകണമെങ്കിൽ ആദ്യം സ്ത്രീകൾ ഭയം കൈവിടണം. അതിന് വിദ്യാഭ്യാസം നേടണം. വിദ്യാഭ്യാസം നേടുന്നതിനു വേണ്ടി 5 വയസ്സുള്ള പഞ്ചമി എന്ന പെൺകുട്ടി സമരം ചെയ്ത നാടാണ് നമ്മുടെ കൊച്ചു കേരളം എന്ന് മറക്കരുത്. ആ വിദ്യാഭ്യാസം നന്മ തിന്മകളെ തിരിച്ചറിയാൻ പാകത്തിലുള്ളതാകണം. ഇന്ന് ഓരോ സ്ത്രീയും അനുഭവിക്കുന്ന വിദ്യാഭ്യാസവും സ്വാതന്ത്ര്യവും ഒരുപാട് സ്ത്രീകളുടെ ചോരയും നീരുമാണെന്ന സത്യവും മറക്കരുത്. സ്ത്രീയും പുരുഷനും തോളോട് തോൾ ചേർന്നു നിന്നാലേ ഏതൊരു മാറ്റവും സമൂഹത്തിലുണ്ടാവൂ. മറ്റാരെക്കാളും പിന്നിലല്ല തങ്ങളെന്ന് സ്ത്രീകൾ തെളിയിച്ചു കഴിഞ്ഞു. പുരുഷന്മാർക്ക് മാത്രമുള്ളത് എന്ന് കരുതിയിരുന്ന മിക്കവാറും എല്ലാ തൊഴിൽ മേഖലകളിലും ഇന്ന് സ്ത്രീകളുണ്ട്. ആ നിലയിലേക്ക് ഉയർന്നു വരേണ്ട ധാരാളം പേർ ഇനിയും നമ്മുടെ സമൂഹത്തിലുണ്ട്. മനഃശക്തിയുള്ള സ്ത്രീകൾ ഒരിക്കലും പ്രത്യാശ കൈവിടാറില്ല. ഒന്നിന്റെ പേരിലും തളച്ചിടേണ്ടവരല്ലെന്നും തങ്ങളുടെ ലക്ഷ്യം മുന്നിൽ കണ്ട് ചിറകു വിരുത്തി പറക്കേണ്ടവരാണെന്നുമുള്ള സത്യം മനസ്സിലാക്കി മുന്നോട്ടു പോകാൻ എല്ലാ വനിതകൾക്കും കഴിയട്ടെ എന്ന ആശംസയോടെ ശുഭദിനം. സുഭാഷിതം. അവതരിപ്പിച്ചത് ഡോക്ടർ എസ് തനൂജ.